തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ ദുരിതത്തിലായിരിക്കുകയാണ് ഇടുക്കി BL റാം നിവാസികൾ. 2 ദിവസത്തിനിടെ 2 വീടുകളാണ് ആനയുടെ ആക്രമണത്തിൽ തകർന്നത്. ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന 10ഓളം കാട്ടാനകളെ വനമേഖലയിലേക്ക് തുരത്തിയെങ്കിലും ഇത് താൽക്കാലിക ആശ്വാസം മാത്രമാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏതാനും മാസങ്ങളായി ചിന്നക്കനാൽ BL റാം നിവാസികളുടെ ജീവിതം കാട്ടാന ഭീതിയിലാണ്. 2 ദിവസങ്ങളിലായി 2 വീടുകൾ ആന തകർത്തു. 2 പേർക്ക് പരിക്കേറ്റു. ഒറ്റയാന്മാരെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും പതിവായി എത്തിത്തുടങ്ങിയതോടെ ജോലിക്ക് പോലും പോകാനാകാത്ത സ്ഥിതിയിലാണ് നാട്ടുകാർ. ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷിയാണ് ഓരോ തവണ ഇറങ്ങുമ്പോഴും കാട്ടാനകൾ നശിപ്പിക്കുന്നത്. ഭൂനിയമ കുരുക്കുകൾ മൂലം അർഹമായ നഷ്ടപരിഹാരവും ലഭിക്കാറില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ബബ്ബർ സോണിൽ ഉൾപ്പെട്ട മേഖലയാണ് ചിന്നക്കനാലിലെ ഈ BL റാം മേഖല. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഇടുത്തി പോലെയാണ് ഈ ആനകളും ഇങ്ങനെ വന്ന് അക്രമം അഴിച്ചുവിടുന്നത്. ഏക്കർ കണക്കിന് സ്ഥലമാണ് നമ്മുടെ ആനകളിങ്ങനെ നശിപ്പിച്ചിട്ട് കർഷകർക്ക് ഒരുപാട് ഉപദ്രവമായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിൽ കാട്ടാനക്കൂട്ടത്തെ ആനയിറങ്കൽ വനമേഖലയിലേക്ക് തുരത്തിയെങ്കിലും ഇത് ശാശ്വതമല്ല. അടുത്ത രാത്രികളിൽ ആനകൾ വീണ്ടും കാടിറങ്ങുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ചിന്നക്കനാൽ. ഇടുക്കിയിലെ തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ ശാന്തൻപാറയിൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി. ചിന്നക്കനാലിൽ ഏറെ നാശം വിതയ്ക്കുന്ന അരിക്കൊമ്പന്റെ ഇഷ്ടഭക്ഷണം അരിയാണ്. ഒറ്റയാന്റെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞതാണ് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട. 2 ആഴ്ചക്കിടയിൽ 5 തവണയാണ് ഒറ്റയാൻ കട ആക്രമിച്ചത്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച സ്വകാര്യ തേയില കമ്പനി വക കെട്ടിടത്തിലാണ് റേഷൻ കട പ്രവർത്തിക്കുന്നത്. കട ആരംഭിച്ച കാലം മുതൽ ആനയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. ചാക്ക് കണക്കിന് അരിയും ആട്ടയും അരിക്കൊമ്പനകത്താക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കട പൂർണ്ണമായും തകർന്നു. ഞാൻ 10-27 വർഷക്കാലമായി ഈ എസ്റ്റേറ്റിലെ റേഷൻ കട നടത്തി പോകുന്ന ആളാണ്. കഴിഞ്ഞ 1.5 കാലത്തിനിടയിൽ പലതവണ ഈ റേഷൻ കട കാട്ടാന ആക്രമിക്കുകയുണ്ടായി. കാട്ടാന ആക്രമണം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഈ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥയാണ്. വളരെ താഴ്ന്നു കിടക്കുന്ന ഒരു കെട്ടിടം കൂടെയാണ്. HML കമ്പനിയുടെ ഉടമസ്ഥയിലാണ് ഈ കെട്ടിടവും സ്ഥലവും. അപ്പോൾ ആയതുകൊണ്ട് ഓരോ തവണയും ആന വന്നിട്ട് ഇത് പൊളിക്കുമ്പോൾ നമ്മൾ മാനേജ്മെൻറ്റോട് ആവശ്യപ്പെടുന്നത് ഇവിടെ നല്ലൊരു ബിൽഡിംഗ് വേണമെന്നുള്ളതാണ്. അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഈ റേഷൻ കടയ്ക്ക് തന്നെയല്ല, ഈ പരിസരത്തുള്ള കൃഷിയിടങ്ങളും ലയത്തിനകത്തൊക്കെ നിരന്തരമായ ആനശല്യം ഉണ്ടാകുന്നത്. മുഴുവൻ ആളുകൾ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളാണ്. അവർക്ക് യാതൊരുവിധ സുരക്ഷയോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ല. സ്ഥാപനത്തിലെ സാധനങ്ങൾ താൽക്കാലികമായി മറ്റൊരു മുറിയിലേക്ക് മാറ്റി. തകർന്ന കെട്ടിടത്തിൽ വീണ്ടും കട പ്രവർത്തിപ്പിക്കാൻ സാധിക്കില്ല. തോട്ടം തൊഴിലാളികളും കർഷകരും ആശ്രയിക്കുന്ന റേഷൻ കടയ്ക്കായി കമ്പനിയുടെ നേതൃത്വത്തിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകണമെന്നത് നാട്ടുകാർ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. ന്യൂസ് 18 ചിന്നക്കനാൽ. രാജ്യത്താദ്യമായി കർണാടക വനത്തിൽ വെള്ളച്ചെന്നായ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനം വകുപ്പ്. വെള്ളച്ചെന്നായുടെ ഫോട്ടോ കണ്ടെത്തി. കർണാടകയിലെ കാവേരി വന്യജീവി സങ്കേതത്തിലാണ് ഇത്തരത്തിലുള്ള നിറം മാറ്റം വന്ന ചെന്നായെ ആദ്യമായി കണ്ടെത്തിയത്. ഫോട്ടോകൾ പരിശോധിച്ചാണ് വിദഗ്ധർ ഇത് സ്ഥിരീകരിച്ചത്. തൃശൂർ കുന്നംകുളം പന്നിത്തടത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. അമ്മയും 2 കുട്ടികളെയുമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ചിറമേനങ്ങാട് റോഡിൽ മെഹഫിൽ മൻസിലിൽ ഹാരിസിന്റെ ഭാര്യ 28 വയസ്സുള്ള ഷഫീന, മക്കളായ 3 വയസ്സുള്ള അജുവ, 1.5 വയസ്സുള്ള അമൻ എന്നിവരാണ് മരിച്ചത്. മൂവരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. വീടിനു മുകളിലെ ബാൽക്കണിയിലാണ് 3 മൃതദേഹവും കിടന്നിരുന്നത്. ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം ഇന്നലെ രാത്രിയാണ് കുടുംബം വീട്ടിലെത്തിയത്. സംഭവം നടക്കുമ്പോൾ ഭർത്താവിന്റെ അമ്മ വീട്ടിലുണ്ടായിരുന്നു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കത്തിക്കാനുള്ള ഇന്ധനം കൊണ്ടുവന്നത് എന്ന് കരുതുന്ന 2 കുപ്പികളും ആത്മഹത്യക്കുറിപ്പെന്ന് കരുതുന്ന ഡയറിയും കാർപോർച്ചിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. റാസൽ ഖൈമയിൽ ജോലി ചെയ്യുന്ന ഷെഫീനയുടെ ഭർത്താവ് ഹാരിസ് 6 മാസം മുൻപാണ് നാട്ടിൽ അവധിക്കെത്തി തിരിച്ചുപോയത്. ന്യൂസ് 18 തൃശൂർ.
തിരുവനന്തപുരം കോവളത്ത് ബൈക്ക് റേസിംഗിനിടെ ഇടിച്ചു തെറിപ്പിച്ച വീട്ടമ്മ മരിച്ചു. വാഴമുറ്റത്ത് റോഡ് ക്രോസ് ചെയ്ത പനത്തുറ സ്വദേശി സന്ധ്യയാണ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന യുവാവ് ഗുരുതരാവസ്ഥയിലാണ്. താമരശ്ശേരി ചുരം വ്യൂ പോയിന്റിൽ നിന്ന് യാത്രക്കാരൻ കൊക്കയിലേക്ക് വീണു. മലപ്പുറം പൊന്മുള സ്വദേശി അയമു ആണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ താക്കോൽ കൈവശപ്പെടുത്തിയ കുരങ്ങ് താഴേക്ക് പോയപ്പോൾ ഇതിനെ പിന്തുടരുകയായിരുന്നു. കൊക്കയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിവിട്ട് താഴ്ചയിലേക്ക് വീണത്. കൽപ്പറ്റയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ഇയാളെ കരയ്ക്കെത്തിച്ചു. സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ട്രെച്ചറിനെ താഴെ ഒന്ന് സപ്പോർട്ട് ചെയ്താളിട്ടോ. കറക്റ്റ് ശ്രദ്ധിക്കണം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടം പുഴയ്ക്ക് കുറുകെ ചെക്ക് ഡാം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കുടിവെള്ളത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും അനുയോജ്യമായ പദ്ധതി തയ്യാറാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ 13, 14, 18 വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പഴയരിക്കണ്ടം പുഴയിലെ വെള്ളച്ചാട്ടത്തിന് മുകളിൽ ചെക്ക് ഡാം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ് പഴയരിക്കണ്ടം. പുഴയുടെ വിസ്തൃതി കുറഞ്ഞ ഭാഗത്ത് ചെക്ക് ഡാം നിർമ്മിച്ച് ജലശുദ്ധീകരണ സംവിധാനം ഒരുക്കിയാൽ സമീപത്തെ 3 വാർഡുകളിൽ ഉൾപ്പെടുന്ന 1000-ലധികം കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിനും മറ്റു കാർഷിക ആവശ്യങ്ങൾക്കും സഹായകമാകും. പഴയരിക്കണ്ടം ഗ്രാമവാസികളുടെ ചിരകാല അഭിലാഷമായ ഈ പഴയരിക്കണ്ടം കുത്തിന് കുറുകെ, പഴയരിക്കണ്ടം പുഴയ്ക്ക് കുറുകെ ഒരു ചെക്ക് ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ 3 വാർഡിലെ ആളുകൾക്ക് കുടിവെള്ളത്തിനുള്ള ശാശ്വത പരിഹാരവും അതോടൊപ്പം തന്നെ അവരുടെ കൃഷി ആവശ്യങ്ങൾക്ക് ജലം യഥേഷ്ടം എടുക്കാൻ കഴിയുന്ന രീതിയിലോട്ട് അതിനെ മാറ്റാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ഉള്ളതുകൊണ്ട് അധികാരികൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പഴയരിക്കണ്ടത്തെ ഈ 3 വാർഡിലെ കർഷകരെ രക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ കൊടിയ വേനലിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾക്കൊരു ശാശ്വത പരിഹാരമാകുന്ന രീതിയിൽ അവർ ചെക്ക് ഡാം നിർമ്മിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ചെയ്യണമെന്നാണ് ഒരു ഗ്രാമവാസി എന്ന രീതിയിൽ എൻ്റെ ആഗ്രഹവും അഭിലാഷവും. ചെക്ക് ഡാം കൂടി നിർമ്മിച്ചാൽ വിനോദസഞ്ചാര മേഖലയ്ക്കും അത് മുതൽക്കൂട്ടാകും. ത്രിതല പഞ്ചായത്തുകൾക്കും ജലസേചന വകുപ്പിനും വലിയ മുതൽ മുടക്കില്ലാതെ പൂർത്തിയാക്കാവുന്ന പദ്ധതിയാണെങ്കിലും നാട്ടുകാർ നിരവധി തവണ ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ നടപടിയെടുത്തില്ല. കടുത്ത വേനൽ വരാനിരിക്കെ പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ബംഗളൂരുവിലെ വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയവും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ഒരുക്കുന്ന 34ാമത് സതേൺ ഇന്ത്യ സയൻസ് ഫെയർ 2023 തൃശൂരിൽ തുടക്കമായി. കാർഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയാകുന്ന മേളയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. Hydrogen peroxide. Yes. Yes, here it comes, guys. Yes. A wonderful sight indeed. Let's give them a big round of applause. കുരുന്നു മനസ്സിലെ ശാസ്ത്രചിന്തകൾക്കാണ് സാംസ്കാരിക നഗരിയിൽ വേദിയൊരുങ്ങിയത്. ബംഗളൂരുവിലെ വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയവും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ഒരുക്കുന്ന 34ാമത് സതേൺ ഇന്ത്യ സയൻസ് ഫെയർ 2023 5 ദിവസം നീണ്ടുനിൽക്കും. ശാസ്ത്രത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പാഠ്യപദ്ധതി പരിഷ്കരണമാണ് വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നതെന്ന് മേള ഉദ്ഘാടനം ചെയ്ത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ശാസ്ത്രചിന്തയിലൂടെയും പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയും ലോകത്തിന്റെ നെറുകയിൽ എത്താനാകണമെന്നും വിദ്യാർത്ഥികളോട് മന്ത്രി പറഞ്ഞു. പുതിയ തലമുറ കൂടുതൽ ശാസ്ത്രീയമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്ക് മഹത്തായ ഒരു ശാസ്ത്രീയ പാരമ്പര്യമുണ്ട്. ഇന്ത്യയാണ് പൂജ്യം കണ്ടുപിടിച്ചതെന്ന് നമുക്കറിയാം. CV രാമനെയും താണുപത്മനാഭനെയും പോലെയുള്ളവർ നിങ്ങൾ മാതൃകയാക്കണം. പുതിയ ശാസ്ത്രചിന്തകളിലൂടെ കണ്ടുപിടുത്തങ്ങളിലൂടെ നിങ്ങൾ ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. കുട്ടികളുടെ ഗവേഷണ താൽപര്യവും ശാസ്ത്രാഭിരുചിയും വളർത്താൻ ഇത്തരം ശാസ്ത്രമേളകളിലൂടെ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന് പുറമെ കർണാടകം, തെലങ്കാന, കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 200ഓളം പേരാണ് മേളയുടെ ഭാഗമാകുന്നത്. ന്യൂസ് 18 തൃശൂർ.
റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തയേവ്സ്കി മെഡലിന് തിരുവനന്തപുരം റഷ്യൻ ഹൌസ് ഡെപ്യൂട്ടി ഡയറക്ടർ കവിത നായർ അർഹയായി. ദസ്തയേവ്സ്കിയുടെ 200ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചതിനാണ് അംഗീകാരം. അടുത്ത ആഴ്ച ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ റഷ്യൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവും ലിയോ ടോൾസ്റ്റോയുടെ ചെറുമകനുമായ വ്ളാഡിമിർ ടോൾസ്റ്റോയ് മെഡൽ സമ്മാനിക്കും. വീണ്ടും വാർത്തകളിലേക്ക്. കായംകുളം നഗരസഭയിൽ കാർഷിക സെൻസസിന് തുടക്കം കുറിച്ചു. 11ാമത് കാർഷിക സെൻസസാണ് നഗരസഭയിൽ നടക്കുന്നത്. കാർഷിക മേഖലയുടെ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും പുതിയ നയരൂപീകരണത്തിനുമായാണ് സെൻസസ് നടത്തുന്നത്. കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികലയുടെ വീട്ടിൽ നിന്നും ഡാറ്റാ ശേഖരണം നടത്തിയായിരുന്നു തുടക്കം. കാർത്തികപ്പള്ളി താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ KS ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു സെൻസസ്. കായംകുളം SN സെൻട്രൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും മെഡിക്കൽ ക്യാമ്പും നടന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. സ്കൂൾ മാനേജർ B ചന്ദ്രദാസ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപതിയുടെ ഉത്തം ജീവൻ രക്ഷാപതക് നേട്ടത്തിന്റെ ആഹ്ലാദത്തിലാണ് തൃശൂർ പറപ്പൂക്കര പോങ്കോദ സ്വദേശിയായ 6ാം ക്ലാസ്സുകാരൻ നീരജ്. സൈക്കിൾ ചവിട്ടുന്നതിനിടെ കുളത്തിൽ വീണ 4ാം ക്ലാസ്സുകാരനെ രക്ഷിച്ചതാണ് നീരജിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. പോങ്കോത്ര സ്വദേശികളായ കോപ്പുള്ളിപ്പറമ്പിൽ നിത്യാനന്ദ് ജെസി ദമ്പതികളുടെ മകനാണ് നീരജ്. കഴിഞ്ഞ ജൂണിലാണ് നീരജ് സുഹൃത്തിനെ കുളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഈ ധീരതയാണ് രാഷ്ട്രപതിയുടെ പുരസ്കാരത്തിന് നീരജിനെ അർഹനാക്കിയത്. ഞങ്ങൾ 3 പേര് അവിടെ കളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ സൈക്കിളും കൊണ്ട് വന്നു വെള്ളത്തിലോട്ട് ആദ്യം ഇറക്കി നോക്കി. എന്നിട്ട് പിന്നെ അവിടുന്ന് സ്പീഡിൽ വന്ന് വെള്ളത്തിൽ ആദ്യം വീണു, അവിടെ തന്നെ വീണു. പിന്നെ വന്നിട്ട് അവൻ അതിനെക്കാട്ടും നല്ല സ്പീഡിൽ വന്ന് സ്ലോപ്പിന്റെ അപ്പുറത്തേക്ക് പോയി ബ്രേക്ക് ഇട്ടാണ്ട് അപ്പുറത്തേക്ക് വീണു. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു അവൻ മുങ്ങുണ്ടെന്ന്. അപ്പൊ ഞങ്ങള് ചാടി. എന്നിട്ട് അവനെ രക്ഷിച്ചു. ഇവൻ സൈക്കിള് പൊക്കി. എന്നിട്ട് ഞാൻ പകുതി കയറ്റിക്കൊണ്ട് വന്നിട്ട് ഇവര് കൈപിടിച്ച് കയറ്റി. 4 ആൾ താഴ്ചയുള്ള മാന്നാംകുളത്തിൽ വീണ ഗോപാലകൃഷ്ണനെയാണ് നീരജ് രക്ഷപ്പെടുത്തിയത്. സൈക്കിൾ ചവിട്ടി വന്ന ഗോപാലകൃഷ്ണൻ കുളത്തിൽ മുങ്ങിത്താഴ്ന്നപ്പോൾ കുളക്കരയിൽ തന്റെ 2 കൂട്ടുകാർക്കൊപ്പം കളിക്കുകയായിരുന്നു നീരജ്. അവൻ ഒന്നാമത്തെ പ്രാവശ്യം സ്പീഡിൽ ഒന്ന് ബ്രേക്ക് പിടിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ബ്രേക്ക് പിടിച്ച് അവിടെ വീണു വെള്ളത്തില്. എന്നിട്ട് 3ാമത്തെ പ്രാവശ്യം നല്ല സ്പീഡിൽ വന്ന് ബ്രേക്ക് കിട്ടാണ്ട് സ്ലോപ്പിന്റെ അപ്പുറത്തേക്ക് പോയി. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു അവൻ മുങ്ങിപ്പോണെന്ന്. അപ്പൊ ഇവൻ ചാടി അവനെ നീന്തി കൈ പിടിച്ച് കയറ്റി. അപ്പൊ സൈക്കിള് ഞാൻ എൻ്റെ അനിയനെ സൈക്കിള് കയറ്റി. കുറച്ച് ആഴം കുറഞ്ഞ സ്ഥലത്തെത്തിയപ്പോ ഞങ്ങളും കൂടി വലിച്ചു കയറ്റി. പുരസ്കാര നേട്ടത്തിന്റെ ആഹ്ലാദത്തിലാണ് നീരജിന്റെ മാതാപിതാക്കളും നാട്ടുകാരും. നീരജ് അടക്കം 8 പേരാണ് ഇത്തവണ രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള ഉത്തം ജീവൻ രക്ഷാപതക് അവാർഡിന് അർഹരായിട്ടുള്ളത്. ന്യൂസ് 18 തൃശൂർ. കൊട്ടാരക്കരയിൽ മാരക മയക്കുമരുന്നായ MDMA-യുമായി ഒരാൾ പിടിയിൽ. കൊല്ലം പട്ടത്താനം സ്വദേശി അമലാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 106 ഗ്രാം MDMA പോലീസ് പിടികൂടി. കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ആയിരുന്നു മയക്കുമരുന്ന് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് കൊട്ടാരക്കര പുലമണ്ണിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് MDMA-യുമായി യുവാവ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു മയക്കുമരുന്ന്. എടപ്പാൾ ബെവറേജസ് കോർപ്പറേഷന്റെ കണ്ടനകത്തെ വിൽപ്പന കേന്ദ്രത്തിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. റെയ്ഡിൽ ജീവനക്കാരന്റെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം പിടികൂടി. ചെറിയ കെട്ടുകളായി ബാഗിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന 18,600 രൂപയാണ് പിടിച്ചെടുത്തത്. സ്വകാര്യ മദ്യ കമ്പനിക്കാർ അവരുടെ മദ്യം വിൽപ്പന നടത്തുന്നതിന് കൈക്കൂലിയായി നൽകുന്ന പണമാണ് പിടിച്ചെടുത്തത്. പണം കണ്ടെടുത്ത ബാഗിൽ മദ്യ കമ്പനികളുടെ രഹസ്യ കോഡ് സഹിതം വെവ്വേറെയായി ചുരുട്ടിവെച്ച നിലയിലായിരുന്നു നോട്ടുകൾ. ഇവിടുത്തെ 8 ജീവനക്കാർക്ക് വീതിച്ചെടുക്കാനുള്ള തുകയാണ് ഇതെന്നായിരുന്നു മൊഴി. തിരുവനന്തപുരത്ത് നടന്ന നൃത്ത നാടകോത്സവം സമാപിച്ചു. ഇൻഫോസിസ് ഫൗണ്ടേഷനും ഭാരതീയ വിദ്യാഭവനും ചേർന്നാണ് 7 ദിവസം നീണ്ട കലാമേള സംഘടിപ്പിച്ചത്. അയ്യപ്പൻ തീയാട്ട്, മോഹിനിയാട്ടം, കേരള നടനം, പടയണി, പുള്ളുവൻപാട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ അരങ്ങേറി. ചെട്ടിക്കുളങ്ങര ജയകുമാറും സംഘവും അവതരിപ്പിച്ച പുള്ളുവൻപാട്ട് ശ്രദ്ധേയമായി.
കോതമംഗലം റോൾ ഫോഴ്സ് 1 ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഓൾ കേരള റോളർ സ്കേറ്റിംഗ് ടൂർണമെന്റിന്റെ റോഡ് മത്സരങ്ങൾ തങ്കളം 4 പാതയിൽ സംഘടിപ്പിച്ചു. ഫ്ളാഗ് ഓഫ് ആന്റണി ജോൺ MLA നിർവഹിച്ചു. സ്കേറ്റിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മേരി ജോർജ് തോട്ടം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സ്കേറ്റിംഗ് ക്ലബ്ബുകളിലെയും 500ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. കോതമംഗലം പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ കാട്ടാന നശിപ്പിച്ച കൃഷിയിടം ജനപ്രതിനിധികൾ സന്ദർശിച്ചു. ചാത്തൻചിറയിൽ CP കുഞ്ഞുമോൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത 100ഓളം ഏത്തവാഴകളും പച്ചക്കറി കൃഷിയുമാണ് കാട്ടാന നശിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൃഷിയിടം സന്ദർശിച്ചു. കോതമംഗലം പിണ്ടിമന പഞ്ചായത്ത് 3-ാം വാർഡിലെ ചെങ്കര ചേറായി പാടശേഖരത്ത് മുണ്ടുകൻ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പിണ്ടിമന കൃഷിഭവന്റെയും പാടശേഖരത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് തരിശായി കിടന്ന പാടത്ത് 3-ാം തവണ നെൽകൃഷി ഇറക്കി വിജയം കൊയ്തത്. ചേലായിട് ചേറായിൽ വിൻസെന്റ് എന്ന കർഷകന്റെ 3 ഏക്കറോളം പാടത്ത് കർഷകരായ ബെന്നി പുതുക്കയിൽ, മാളിയേക്കൽ MS ജോർജ്, എൽദോസ് തുടുമേൽ എന്നിവർ പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയത്. കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുട്ടമ്പുഴ ടൗൺ വൃത്തിയാക്കി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി KA അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ഉദ്ഘാടനം ചെയ്തു. വലിച്ചെറിയൽ മുക്ത കേരളം പരിപാടിയുടെ ഭാഗമായിട്ടാണ് കുട്ടമ്പുഴ ടൗൺ ശുചീകരിച്ചത്.